മനുഷ്യർ ചെയ്യുന്ന ഏത് പ്രവൃത്തികളും തികഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ ഗുണനിലവാരം ഉള്ളത് ആയിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ പ്രവർത്തനം ഗുണനിലവാരമുള്ളതാണോ തികഞ്ഞതാണോ എന്ന് വിലയിരുത്തുവാനുള്ള ഉരകല്ല് എന്ന് പറയുന്നത് ആ പ്രവൃത്തിക്ക് പിമ്പിലുള്ള അയാളുടെ മനോഭാവം തന്നെയാണ്. നല്ല മനോഭാവത്തിൽ നിന്ന് അല്ലാതെ നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ദോഷപ്രവൃത്തികളുടെ കൂട്ടത്തിലാണ് ദൈവം എണ്ണുന്നത്. ഇന്നത്തെ ആത്മീയ സമൂഹത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പലതും കോപത്തിൽ നിന്നും, അസൂയയിൽ നിന്നും, ദുരഭിമാനത്തിൽ നിന്നും, മത്സരത്തിൽ നിന്നും, അത്യാഗ്രഹത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രവൃത്തികളാണ്. ഈ വക പ്രവൃത്തികൾ ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ദൈവസന്നിധിയിൽ വിലയുള്ളതായി ദൈവം കരുതുന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളുടെ പുറകിലുള്ള മനോഭാവം ദൈവവചനപ്രകാരം ആയിരിക്കണം എന്ന കാര്യത്തിൽ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ ആത്മീയ സമൂഹത്തിൽ നടക്കുന്ന പല ഗാനാലാപനങ്ങളും സ്വന്തം മഹത്വം പ്രസിദ്ധമാക്കുവാൻ വേണ്ടി ചെയ്യുന്നവയാണ്. അല്ലാതെ ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ ആരാധിക്കണം, മറ്റുള്ളവരെ ആരാധനയിലേക്ക് നയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അല്ല, ചുരുക്കം ചിലതൊഴികെ. പല പ്രഭാഷകരും തങ്ങളുടെ പ്രസംഗചാതുര്യം വിളിച്ചറിയിക്കുവാൻ വേണ്ടി സ്റ്റേജിൽ നടത്തുന്ന പ്രഭാഷണങ്ങൾ അത് നിമിത്തം എങ്ങനെ ദൈവനാമം മഹത്വപ്പെടും, ആളുകൾ എങ്ങനെ കർത്താവിലേക്ക് തിരിയും എന്നുള്ളതൊക്കെ നാം ചിന്തിക്കേണ്ടതല്ലേ. മിഷണറി പ്രവർത്തനങ്ങൾ പോലും മത്സരബുദ്ധിയോടെ ചെയ്തു തുടങ്ങിയാൽ സ്വയസംതൃപ്തിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ കടലും കരയും ചുറ്റി നടന്ന് മതത്തിൽ ആളുകളെ ചേർക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച പരീശന്മാരെക്കാൾ നാം വ്യത്യസ്തരാണെന്ന് എങ്ങനെ അവകാശപ്പെടുവാനായിട്ട് സാധിക്കും? അതുകൊണ്ട് പ്രവൃത്തിയുടെ പ്രേരക ശക്തി ദുഷ്ടത നിറഞ്ഞതാണെങ്കിൽ, തിന്മ നിറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരിക്കലും ഗുണകരമായി ഭവിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകളിൽ നല്ല പങ്കും സ്വയനീതീകരണമുള്ളവരും കഠിന ഹൃദയം ഉള്ളവരുമായിട്ടാണ് കാണപ്പെടുന്നത്. അവർ ശരിയായ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നഖശിഖാന്തം എതിർക്കുന്നവരായിട്ട് തീരാറുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വിശുദ്ധിയുടെ ഒരു പരിവേഷം ഉണ്ടാകും എങ്കിലും ദൈവസന്നിധിയിൽ ഒരിക്കലും പ്രശംസാർഹമായിട്ട് മാറുന്നില്ല എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പ്രവർത്തനങ്ങളുടെ പിന്നിലെ പ്രേരകശക്തി ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാത്ത പലരെക്കുറിച്ചും പൗലോസിന് ദുഃഖമുണ്ടായിരുന്നു. 3-ാമത്തെ വാക്യത്തിൽ കൊരിന്ത്യരുള്ള ചിലരെക്കുറിച്ച് പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ ആത്മീക മനുഷ്യരല്ല, നിങ്ങൾ അസൂയാലുക്കളും പരസ്പരം തർക്കിക്കുന്നവരുമാണ്. നിങ്ങൾ ആത്മീക മനുഷ്യരല്ലെന്ന് ഈ തർക്കവും അസൂയയും നിമിത്തം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലൗകികരെ പോലെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളിൽ ചിലർ പറയുന്നു ഞാൻ പൗലോസിൻ്റെ അനുയായിയാണ്, മറ്റൊരാൾ പറയുന്നു ഞാൻ അപ്പല്ലോസിൻ്റെ അനുയായിയാണ്.
അങ്ങനെയൊക്കെ അവർ പെരുമാറുമ്പോൾ, പറയുമ്പോൾ ലൗകികരെ പോലെ പെരുമാറുന്നു എന്നാണ് പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് പൗലോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 1 കൊരിന്ത്യർ 3:10 പൗലോസ് പറയുന്നു, സമർത്ഥനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ ആത്മീക ഗ്രഹത്തിൻ്റെ അടിത്തറ പണിത ആളാണ്. അങ്ങനെ ചെയ്യുവാനാണ് ദൈവം എനിക്ക് വരം തന്നിരിക്കുന്നത്. ആ വരം ഉപയോഗിച്ച് ഞാനത് നന്നായി ചെയ്തു. ഓരോരുത്തരും താൻ എങ്ങനെയാണ് പണിയുന്നത് എന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കരായിരിക്കണം. ആർക്ക് വേണമെങ്കിലും സ്വർണം, വെള്ളി, രത്നം, തടി, പുല്ല്, വൈക്കോൽ എന്നിവയിൽ ഏതുകൊണ്ട് വേണമെങ്കിലും പണിയാം. പക്ഷെ ഓരോരുത്തർ ചെയ്യുന്ന പണിയും വ്യക്തമായി പരിശോധിക്കപ്പെടും. ആ പരീക്ഷയ്ക്ക് ശേഷം അവൻ പണിത പ്രവൃത്തി നിലനിന്നാൽ അയാൾക്കതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ തികവുള്ളതായിരിക്കട്ടെ. എല്ലാ ആത്മീക പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രേരക ശക്തി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നാകട്ടെ. അല്ലാത്തതെല്ലാം ദൈവസന്നിധിയിൽ തള്ളപ്പെട്ടു പോകും എന്ന് നാം തിരിച്ചറിയുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് നല്ല മനസ്സോടെ നമുക്ക് കർത്താവിൻ്റെ വേലയിൽ മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വചനം എന്തു പറയുന്നുവോ അത് മനസ്സിലാക്കുവാൻ, അനുസരിക്കുവാൻ, വിശ്വസിക്കുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.